വിഷ്ണു പെരേരയ്ക്ക് വേണ്ടി ഇടി കൊണ്ടിട്ടുണ്ട്. ഒരു ദിവസം പെരേര പറഞ്ഞൊരു വാചകം കൊണ്ട് എനിക്ക് വേണ്ടി ഇടിച്ചോ, പക്ഷെ കേസ് വന്ന് നീ അങ്ങ് ഏറ്റവും പറയുന്ന ഒരുത്തന് വേണ്ടി എങ്ങനെ അവൻ ഇടിക്കും? ഇന്നലെ ഈ വഴക്ക് ഒഴിവാക്കാൻ ഇങ്ങനെ വിട്ടതാണ്. ഇങ്ങനെ ഒന്നും ചെയ്തില്ല. നിർത്തണ്ടേ? അയാൾ വിളിച്ച് ഇവിടെ തോണ്ടി വെച്ചിട്ടില്ല. എന്നെ എത്ര പേര് വിളിച്ചറിയോ? അവൻ കിട്ടേണ്ട എല്ലായിരുന്നു. അല്ല ഞാൻ പറയട്ടെ ഒരു 2-3 തെറ്റിദ്ധാരണ പുറത്താ സംഭവിച്ചത്. കാരണം ഞാൻ പറഞ്ഞ കുറച്ച് ഭരണ വിജയം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിരുന്നു. അത് മീഡിയക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്റെ ഒരു പൊട്ടത്തിന് പറഞ്ഞു പോലും എന്തെങ്കിലുമൊക്കെ ചെറിയ പൊട്ടത്തരമുണ്ട്. അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പൊ ഞാൻ എന്റെ ബന്ധുക്കളിൽപ്പെട്ട പല ആൾക്കാർ കറുത്ത ആൾക്കാരുണ്ട്. ഒന്നും നമുക്ക് മാറ്റർ ഒന്നും അല്ല. പക്ഷെ എന്റെ കൂടെ അഭിനയിക്കാൻ വന്ന ആൾക്കാരൊക്കെ ഇവന്റെ നിറവോണായി പോയി. പിന്നെ നമ്മള് എന്റെ കൂടെ അഭിനയിക്കാൻ വന്ന ആൾക്കാര് കറുത്ത ആൾക്കാരല്ല. അതുകൊണ്ട് നമ്മള് കറുത്ത ആൾക്കാരെ അഭിനയിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വരുന്ന ആൾക്കാർ എല്ലാവരും തന്നെ പേയ്മെന്റ് മേടിച്ചിട്ട് 1500-2000 രൂപയ്ക്ക് മേടിച്ചിട്ടാണ് വന്നത് പലരും. മനസ്സിലായി? ഫ്രീ ആയിട്ട് ആരും വരില്ല. അഭിനയിക്കുമെന്ന് പറഞ്ഞിട്ടും പൈസ വാങ്ങാറുണ്ട്. എനിക്ക് പരാതിയില്ല. എന്റെ അപരനായ കാർത്തിക് ഇതിൽ അഭിനയിപ്പിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിനയിച്ചില്ല. അളിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ വേഷമുണ്ട്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും സീൻ ആഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, 2-3-4 തവണ വിളിച്ച് 4 തവണ ഫോൺ എടുത്തു. പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 11 മണി വരെ ഇന്റർവ്യൂ ഉണ്ട്. ശരി അളിയാ, നിങ്ങൾ വരാൻ പറ്റുമോ? എടാ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ, ഗ്യാപ്പ് വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞു. പക്ഷെ വിട്ടുപോയി. പിന്നെ ഇവർക്ക് പറ്റിയ സീനും അതിനകത്തില്ലായിരുന്നു. അതാണ് സംഭവിച്ചത്. വേറെ ഇറങ്ങുമ്പോഴേ പറയത്തുള്ളൂ. ഞാൻ പറയത്തില്ല. പലരും എനിക്കെതിരെ കളിക്കുന്നുണ്ട്. ഞാൻ പറയില്ല, ഇവനും കൂടെ വിളിച്ചു പറഞ്ഞില്ല ബ്രൈറ്റിനെ അഭിനയിക്കുന്നു. അത് പണ്ടല്ലേ? റിയ മാത്രമല്ല, ചിഞ്ചു വരെ പറഞ്ഞായിരുന്നു ബ്രൈറ്റ് ഉണ്ടെങ്കിൽ എന്നോട് എന്താ വൈരാഗ്യം? അതായത് ഞാൻ മോളത്ത് കൂടെ ഇവർക്ക് കൊടുത്തു, ഒരു ഉപയോഗിച്ചു. പോകാൻ കാലത്ത് ബാത്റൂം നോക്കിയപ്പോ ചില കാഴ്ചകൾ കണ്ടു. ഇവിടെ ഇതിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. അത് മറ്റേ പ്ലസ് ടാങ്ക് വർക്കാത്തോണ്ടായിരിക്കും. പ്രൈവസി ആയിട്ടുള്ള പല കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നുണ്ട്. ചേട്ടൻ പറയുന്നത് എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ കണ്ടില്ല. എന്നിട്ട് പോയി കഴിയുമ്പോ വ്യത്യാസം നാളെ അവൻ തമ്പുരാട്ടിയോടെ തമ്പുരാട്ടി പറഞ്ഞു. വേറൊന്നുമല്ല, ചിഞ്ചു ഒരാളെന്നെ വിളിച്ചിട്ട് ചിഞ്ചുവിന്റെ നമ്പർ ചോദിച്ചു. നമ്പർ വെച്ച് ചിഞ്ചുവിനോട് ചോദിക്കാൻ ഞാൻ ആ നമ്പർ കൊടുത്തു. അവൻ പല ഗ്രൂപ്പിലിട്ട് അവളെ നാട്ടിച്ചു. അതാണ് ചിഞ്ചുവിന് എന്നോട് ചോദിച്ചത്. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ സെറ്റ് ചിഞ്ചു വന്നില്ലല്ലോ. എവിടെ പ്രൊഡ്യൂസർ? വേറെ ആൾക്കാരെ കാശിറക്കിയേ. അതെ, ഞാനൊരു കേസ് പറഞ്ഞുതരാം. ഇത്ര 2 വിവാദം വന്നു. ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു ചാറ്റോ ഒരു കോൾ റെക്കോർഡ് കേൾപ്പിക്കട്ടെ എന്നെ. പക്ഷെ നിന്റെ കോൾ റെക്കോർഡ് ചാറ്റോ ഒക്കെ ചാടി വരും. വന്നോട്ട് വരുമ്പോ ഞാൻ പറഞ്ഞോളാം, മീഡിയക്ക് മുന്നിൽ പറഞ്ഞോളാം. ഇപ്പൊ നമ്മള് വേരിനെ പറ്റി പറയണം. പറ്റി പറയുമ്പോ ഒരുപാട് പറയാനുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എനിക്കെതിരെ കളിച്ച കളി ആലോചിക്കണം. ബ്രൈറ്റിന് എന്തെങ്കിലും എന്തായാലും പുള്ളി തമ്പുരാട്ടി വന്നാണ് സംസാരിക്കുള്ളൂ. തമ്പുരാട്ടി നല്ലൊരു റോളാണ്. ഞാൻ ഷാഹിദ് ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട്, വേരി 2 എങ്ങനെയെങ്കിലും ഇറക്കണം, വേരി 2 എടുക്കണം. ബഡ്ജറ്റ് അവര് 3 ലക്ഷം നമുക്ക് അതിനെ പറ്റി ഞാൻ അഭിനയിക്കാൻ ഞാൻ ഫ്രീയാ ട്രാവൽ എക്സ്പെൻസ് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അല്ല, നമ്മൾ ഇതുവരെ പണ്ട് ബാഡ് ബോയ്സിൽ ചെയ്തല്ലോ റിയൽ ക്യാരക്ടർ, അതേപോലത്തെ മാറി ഒരു റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഞാനൊരു കാമുകനാണെങ്കിൽ ഒരു പെണ്ണ് എങ്ങനെ ബിഹേവ് ചെയ്യും,
ആ രീതിയിലാണ് വന്നേക്കണത്. അതല്ലേ കറക്റ്റ് ജീവിച്ച് ഞാനാണ് എന്റെ സീരിയൽ എന്റെ സീരിയൽ നായകൻ എന്ന് പറഞ്ഞ അങ്ങനെ നായക കഥാപാത്രമില്ല. ഇത് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നമ്മുടെ ജീവിതം പോലെ തന്നെ പല കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതേപോലെ ഇതുപോലെ പല പല കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നു പോവുകയാണ്. അവന് ഗ്യാങ്സ്റ്ററിന്റെ ടീമിൽ ഒരാളാണ്, മെയിൻ ആളാണ്. നമ്മളെ ലിയോ സിനിമയ്ക്കകത്ത് അല്ല, അതായത് അവിടാണ് കൂടുതൽ ഷൂട്ട് ചെയ്തേക്കുന്നത്. റോബോട്ട് പോലെ ഫേസിലും എക്സ്പ്രഷനും ഇല്ല, റോബോട്ട് പോലെ നിൽക്കുകയാണ്. അത് നിങ്ങളെ റോബോട്ടാണല്ലോ. പറയൂ ചോദിക്കൂ. അതന്നെ ലഹരി എന്ന് പറയുമ്പോൾ കൊച്ചി ബേസ്ഡാണ്. കാരണം കൊച്ചിയിൽ ഞാൻ നോക്കുമ്പോ മലപ്പുറം, കോഴിക്കോട്, കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾ വന്നിട്ട് കൊച്ചിയുടെ നെഞ്ചത്തേക്കാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനമാണ്. അതെ, ഞാൻ നേരത്തെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞു. കാരണം പല ജില്ലയിൽ വരുന്ന ആൾക്കാർ പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവരും കൊച്ചി, പക്ഷേ പിടിക്കപ്പെടുന്ന മിക്കവാറും അന്യ ഡിസ്ട്രിക്റ്റിൽ. തീർച്ചയായിട്ടും. അപ്പൊ ഈ പറയുന്ന പോലെ കൊച്ചിനെ വെച്ചിട്ട് തന്നെയാണ് ഈ ലഹരി വേട്ടകൾ തുടങ്ങുന്നത്. മറ്റേ കാര്യം പറയാനുള്ളൂ, narcotics is a dirty business. Narcotics is a dirty business. ഡെലിവറി എന്താ കൈമാറ്റാൻ പോകുന്നു. അല്ല, ഈ ഇരിക്കുന്ന പറഞ്ഞെടുത്തേണ്ട. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, narcotics is a dirty business. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നെക്കോട്ടിക്സ് കേൾക്കാൻ പറ്റില്ല. അല്ല, ഇവന് ലഹരിക്കെതിരെ പറയാനുള്ള യോഗ്യത സിഗരറ്റിന്റെ പുക വിഴുങ്ങുവാ, പുറത്തോട്ട് പോകത്തില്ല. സിഗരറ്റ് അവല്ലപ്പോഴും അതൊരു മാസ് അപ്പീലില്ല. സിഗരറ്റ് എല്ലായിടത്തും വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എല്ലാ ഞാൻ കുറച്ച് എലിവേഷൻ മേടിച്ചു തരാം, തിന്നുവോ? അല്ലെ, ഈ പെരേര വലിക്കുന്ന മാസ് അപ്പീൽ കിട്ടാൻ വേണ്ടിയാ. മാസോ? അപ്പൊ ഇത് പുക വലിക്കും സാധാരണ ഇങ്ങനല്ലേ പുള്ളി സിഗരറ്റ് വലിക്കുന്നതിനെ പുറത്തോട്ട് അത് അയാളുടെ സ്റ്റൈലില്ല, അതാണ് AGP സ്റ്റൈൽ. AGP സ്റ്റൈൽ അതാണ് AGP സ്റ്റൈൽ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നത് പോലീസ് പിടിക്കാറുണ്ടോ, അറസ്റ്റ് ചെയ്യാറുണ്ടോ? അത് പൊതു സ്ഥലത്ത് വലിച്ചാലല്ലേ, അല്ലാണ്ട് ഒരു സ്ഥലത്ത് മാറി നിന്നിട്ട് വലിക്കാണ്ട് ആരെയും പിടിക്കാറുണ്ടോ? അല്ല, ഇവനിപ്പോ സിഗരറ്റിന്റെ കാര്യം പറയുന്നല്ലോ. നീ എന്നാ സിഗരറ്റ് വലിക്കുന്നത്? ഞാൻ 2010 തൊട്ട് സിഗരറ്റ് വലിക്കുന്ന ആളാ. അന്നൊന്നും ഇയാളോടൊന്നും ചോദിക്കുന്നില്ല. ഇയാള് ഏകാധിപത്യം ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം. ആ സമയത്ത് സ്കൂളിൽ പ്രേമിക്കുന്നവരുണ്ട്, പിന്നെ വായി നോക്കുന്നവരുണ്ട്. എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നേരെ കണ്ടെത്തി പോവുക, 2 റോയലിന്റെ 2 പുക എടുക്കുക. ഇത് റോയൽ ഇറങ്ങുന്ന 2012 സമയത്ത്. അന്ന് റോയൽ ഇറങ്ങുമ്പോ അങ്ങാണ്ട് ഒരു പാക്കറ്റിന് 17 രൂപയുള്ളൂ. ഞാൻ എന്റെ ജംഗ്ഷനിൽ നിന്ന് 13 വൈകിൽ നിന്ന് വലിക്കായിരുന്നു. അത്ര അലമ്പായിരുന്നു ഞാൻ. ആ സമയത്ത് ഇപ്പൊ നിർത്തി. എന്താണ് ഈ ഞാൻ കലാപരമായിട്ട് മാറ്റം വന്നപ്പോ ഞാൻ നിർത്തി. വെള്ളം അടിക്കുമായിരുന്നു, ഹാൻഡ്സ് വെക്കുമായിരുന്നു. ഈ 4 സൈഡ്
ഇവിടുത്തെ ജോയിന്റ് ഒക്കെ എന്നെ പൊട്ടിപ്പോയിട്ടുണ്ട് പണ്ട് ഡാൻസ് വെച്ചിട്ട്. ഡാൻസ് ലാസ്റ്റ് ഉണ്ടല്ലോ കമ്പും കൊല്ലങ്ങളായിട്ട് അതൊക്കെ എങ്ങനെ വെക്കാൻ പോകുന്നത്. ഒന്ന് മീശ പിടിച്ചാൽ ഞാനായിട്ട് മീശ പിടിക്കുന്ന ആളാ. എനിക്കൊന്നും അറിയില്ല. എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു ഞാൻ അഭിനയിച്ചു. എനിക്കൊന്നും അറിയില്ല. എന്ത് കാര്യം മനസ്സിലായ കാര്യം തെറ്റ് തിരുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കളിയാക്കുന്ന പരിപാടി വേണ്ട. ഞാൻ ഒരു പ്ലസ് ടു കഴിഞ്ഞു 2016 പ്ലസ് ടു കഴിഞ്ഞു. ആ സമയത്ത് എനിക്ക് അങ്ങാണ്ട് 17 വയസ്സേ ഉള്ളൂ. ഞാൻ എന്തെന്നറിയോ, ഒരു ദിവസം ബംഗാൾ ബീഡി ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അറക്കപ്പൊടി ആ സാധനത്തിന്റെ അകത്ത് ചുമ്മാ ഇരിക്കല്ലേ, വലിക്കുക, വട്ടം വിടുക, വട്ടത്തിന്റെ അകത്തൂടെ വട്ടം വിടുക, പിന്നെ ഇവിടെ ഇങ്ങനെ പുക ഇങ്ങനെ വെള്ളം പോലെ വലിച്ച് മൂക്കിന്റെ അകത്തൂടെ കയറ്റി, ഇതൊക്കെയായിരുന്നു പരിപാടി. വട്ടം വിട്ടിട്ട് മൂക്കിന്റെ അകത്തൂടെ ഇതൊക്കെയായിരുന്നു പരിപാടി. ലാസ്റ്റ് ഒറ്റ അടിക്കുക നിർത്തി ഹാൻസ് വെക്കുന്ന സാധനം ഒറ്റ അടിക്ക് നിർത്തി. ലാസ്റ്റ് വെള്ളം ഞാൻ പറഞ്ഞ ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ എടുത്ത് ഞാൻ ഹാൻസ് വെക്കുന്ന സമയത്ത് മറ്റേ കവറായിരുന്നു കിരിക്കിരാണ്. അന്നത്തെ ഞാൻ 2.5 രൂപ കണ്ടുള്ളപ്പോൾ ഹാൻസ് വെച്ചിട്ടുണ്ട്. 2.5-3 രൂപ ഉള്ളപ്പോ പാക്കറ്റിന്. ഇത് വളരെ അനീതിയാണ്. ഇത് വളരെ അനീതിയാണ്. 2017 ഹാൻസ് വെക്കുന്ന പിന്നെ മൊത്തം വെള്ളോടിയായിരുന്നു. വെള്ളോടി ആരാണ് അത് പറയൂ. ബാറിൽ പോയി നിൽക്കും. ഞാൻ എന്റെ കൂട്ടുകാർ രാവിലെ 10-11 ആകുമ്പോ അവിടുത്തെ ഏത് പറയാ തിലക് ബാർ നടക്കും. തിരുവല്ലയിൽ 6 ബാറുകളുണ്ട് കേട്ടോ അടുത്തടുത്തായിട്ട്. ബെസോട്ട, അശോക്, എലൈറ്റ്, അങ്ങനെ ഇഷ്ടം 5 ഇവരാണ്. അപ്പൊ ഏറ്റവും ഞങ്ങൾ പോകുന്ന തിലകിലാ പോകുന്നത്. തിലക് ചെല്ലുമ്പോ അച്ചായന്മാരൊക്കെ ഇങ്ങനെ നോക്കുവോ, എന്തുവാ ഒരു ചെറിയ പിള്ളേർ വന്നിട്ട് അത്യാവശ്യം അന്ന് 19 വയസ്സൊക്കെ കൊണ്ടേ ഉള്ളു. അപ്പം അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കും. ആദ്യമൊക്കെ പോയിട്ട് കള്ളു കുടിക്കാനായിട്ട് നിൽക്കും. മനസ്സിലായി. അപ്പം മൊത്തം ആൾക്കാരൊക്കെ പ്രായം ചെന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇവരിങ്ങനെ നോക്കും. ഇവന്മാര് രാവിലെ വന്നിട്ട് ഇത് കഞ്ചാവൊന്നും അല്ലല്ലോ അടിച്ചത്. കഞ്ചാവല്ല. എന്നിട്ട് സംഭവം അറിയാം. ഞാൻ അങ്ങനെ 2019 ഒക്കെ ആയപ്പോ ഞാൻ തെരുവുനാടായിരുന്നു. 2019 സമയത്ത് നാടകത്തിന് പോകുന്ന ടൈമിലെ ക്യാമ്പിലൊന്നും ഞാൻ കള്ളു കുടിക്കത്തില്ലായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് കുടിക്കുമായിരുന്നു. ഫുൾ കഞ്ചാവല്ല. അല്ല ഡാൻസ് ചെയ്യാൻ നിർത്തില്ല. പിന്നെ കാണി വന്നു. ലാസ്റ്റ് ഞാൻ നിർത്തുന്ന ടൈമില് ഞാൻ ഒരു ദിവസം 1/2 ലിറ്ററിന് മേലെ അടിക്കായിരുന്നു. അത് ഗ്രീൻ ലേബല്. രാവിലെ വെറും വൈകിട്ട് ഇത്ര കലത്ത് വെച്ചിട്ട് 2 അടിക്കായിരുന്നു. പുറത്തോട്ട് ചുമ്മാ നടന്നൊക്കെ പോയി കറങ്ങിട്ട് വന്നിട്ട് അങ്ങനെ ഭയങ്കര മദ്യപാനായപ്പോ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എവിടെയും പറയാത്തൊരു കാര്യമുണ്ടോ? വേണ്ട പറയാൻ. എന്തോ ഞാൻ നിങ്ങളെ പോലെ പെൺപിടിക്കാനൊന്നും തന്റെ കാര്യം പറഞ്ഞ